പിള്ളച്ചേട്ടാ, എനിക്ക് അമ്പലത്തിൽ പോണം. ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങി. അമ്മൂട്ടി അമ്പലത്തിൽ കൊണ്ടാക്ക്. ഇത് ഞാൻ കൊണ്ടുവച്ചോളാം. ഡോറ് തുറന്നു കൊടുക്ക്. ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത്? എന്താ അമ്പലത്തിൽ കയറുന്നില്ലേ? ഞാൻ അമ്പലത്തിലൊന്നും കയറാറില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ കേറാൻ? ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ? അതെ, വേഷം ഞാൻ തരാം. വാ വാ വാ. ഈശ്വര വിശ്വാസം ഇല്ലെന്ന് മാത്രം അവളോട് പറഞ്ഞേക്കരുത്. എന്താ? പണി പോവും, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ചേച്ചി ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? ആ ഡ്രൈവർ വരാൻ കാത്തു നിൽക്ക്. അയ്യോ, കാറിലാണ് പോകുന്നത്. ചേച്ചി, എനിക്ക് കോളേജിൽ പോകാൻ നേരമായി. അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് പോവാം. അമ്പലത്തിൽ കയറിയ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും. ഇവിടെ അടുത്തല്ലേ അമ്പലം? എന്റെ പൊന്നു ചേച്ചിയല്ലേ, നടന്നു പോ പ്ലീസ്. ശരി. അളവ് കറക്റ്റ് ആണ്. ഇയാളെന്താ കല്യാണത്തിന് പോകുന്നോ? അമ്പലത്തിലേക്കല്ല, കോളേജിലേക്കാ പോണ്ടത്. ഈ കോലത്തിൽ ഇയാളെ കണ്ട പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ. നല്ല ചെത്ത ഡ്രസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ടോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങട് വാ. മോളെ, ഞങ്ങ അത്യാവശ്യമായിട്ടേ ഒരിടം വരെ പോണേയാണ്. അമ്മൂനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ? ആ വീട്ടിൽ പറഞ്ഞ നേരത്തെ എത്തണം. മോളൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോക്കും. എന്താ അവന്റെ പേര് പറഞ്ഞത്? പ്രേമചന്ദ്രൻ. എടാ പ്രേമചന്ദ്ര, ഇത് ഞാൻ എനിക്ക് പറ്റിയ വേഷം. ഞാൻ കണ്ണടവിന് വെച്ച് ഇത് വെച്ചാൽ നിനക്കൊരു കാണാൻ പറ്റൂ. പുക പോലെ ഇത്തിരി കാണാം. വണ്ടി ഓടിക്കാൻ. ഓ, അതെന്തൊരു കോലം! ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ആ കോളർ ശരിയാക്കുക. നീ എന്താടാ സിനിമയിൽ അഭിനയിക്കാൻ പാടാ? കോളേജില് പോണത് നീയല്ലല്ല, മാളുവല്ലേ. അവ പോയി മേലിൽ ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുതും. പോയി ഡ്രൈവറെ കുപ്പായ വിടറാ. ഒരു വരി വൃത്തികേട് കാണിക്കരുത്. ഇതെന്താ പ്രാന്തന്മാരുടെ വീടാ? ഓരോരുത്തർക്കും ഓരോ വേഷം. 3 പേരും കൂടി ഒരുമിച്ച് കയറിയാ ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം. അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നിനക്കുള്ള വേഷം ഞാൻ എടുത്തോണ്ടിരാം. നീ ആരാടാ? ഡ്രൈവറാ? ആരോട് ചോദിച്ചിട്ടാടാ എന്റെ ഡ്രസ് എടുത്തിട്ടത്? ഈശ്വര വിളിച്ചിട്ട് പറഞ്ഞിട്ടാ അഴിക്കടാ. അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. അതും കേട്ട് നീ തുള്ളാൻ നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും. അഴിക്കടാ. ഇതും കൂടിയോ? അതും കൂടി അങ്ങോട്ട് അഴിക്കടാ. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. ഓ, വേഗം കൊണ്ട് അഴിച്ചെടുക്കടാ. അഴിക്കടാ, അഴിക്ക്. ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ. എന്താണ് ഇത്ര താമസം? ഓടാ. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് ഓത്തളങ്ങ. ഏതാ ഈ വെളുത്ത വിശേഷേ? സുന്ദരൻ മുതലാളിമാരെ ബന്ധുവാ. ബന്ധുവാണെങ്കിൽ എന്തിനാ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന? വീട്ടിൽ താമസിച്ചൂടെ? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാ. വേഗം ഡ്രസ് മാറ്. അയ്യോ, നേരം പോണു. നീ എന്താടാ സർക്കസ് കളിക്കണം? വലതുകാലം വെച്ച് കയറാൻ നോക്കിയതാ. വണ്ടി കയറാ. ഓ, പണ്ടാരം സമരക്കാരാ. എന്താടാ പ്രേമേന്ദ്ര വരച്ചു വെച്ചേക്കണത്? ഒന്ന് ഉറക്ക വായിച്ചേ. അനിയൻ വായിക്കല്ലേ വായിക്കല്ലേ. കിട്ടും, കഴുത്തിന് പിടിക്കും. എന്താടാ ചെവിയെ കൂലെ നിനക്ക്? വായിക്കടാ. വായിക്കാനാടാ പറഞ്ഞേ? മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡ് എഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ, ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ ഒരു ചെറിയ സംഭവം. തിന്ന ചോറ് നന്ദി വരടാ. അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു. പിരിഞ്ഞു പോണം. ചേട്ടന്മാവയ്ക്ക് അനിയമ്പോവയ്ക്കെതിരെ ആരെങ്കിലും ഈ നാട്ടിൽ ശബ്ദിച്ചിട്ടുണ്ടോ? എവനാള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. ഈശ്വര പിള്ളേ, എന്തോ അവന് പറഞ്ഞതിൽ 100 രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേരെ. ഓ, അയ്യോ ചേട്ടാ, അവിടെ എത്താൻ സമയമായി. വണ്ടി എടുക്കടാ. ഓ, ആഹാ,
ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിന് അറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ അത് ശരിയാ. ആ. ഇനി തല്ലുകൊണ്ട ഇയാള് ചത്തു പോകുന്ന് അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പൊ മാളുവോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. ഏ? അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ? യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാ ദോഷമുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാ ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. നീ വണ്ടിയും തുടച്ചത്. പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ, അതോ കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്. തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേഹത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാടാ. നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ആരാണോ ഈ നാട്ടിലുള്ളത്? അവരാരായാലും ശരിയാ, കൊത്തി നുറുക്കും ഞാൻ. അങ്ങോട്ട് വോട്ട് ചെയ്യട്ടാ. ഇതല്ലെങ്കിൽ വേറെ 100 എണ്ണം വരും. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? ജാതകദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കയ്യും കിട്ടുമെന്ന് കേൾക്കേണ്ടി വന്നില്ലേ? ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രേ. മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത്. എന്താടാ? ഏയ് ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഇറങ്ങി പോടാ പോത്തെ. ഓ, ഇങ്ങനെ പോയ ആ കുഴപ്പവും മഹാകായം പറഞ്ഞത്. മാറി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല, കൂടുതലുള്ളൂ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. നീ ചെല്ല്. എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറിറങ്ങിപ്പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ തുറന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ, പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്കെ പറയടാ. ഉറക്ക പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരും ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെപ്പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം.
സത്യം. ഇറങ്ങി പോടാ പുല്ല്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. വിളിച്ചേട്ടാ, ചതിച്ചു. ദാ നോക്ക്, നമ്മുടെ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചെയ്തെടുത്തു. അയ്യോ, വാ, എല്ലാം പിടിച്ചോ. കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരുവാ. നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവാ. എന്താടാ? നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പോ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ, കേൾപ്പിച്ചു കൊറടാ. എന്താണോ പട്ടിയത്? ചെകുത്താൻ കയറി വിടണം. അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയി, മാറിപ്പോയതാ. പോകടിയടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടുത്താലടി പണിയും ഞാനടിച്ചാൽ തിരിച്ചടിക്കും. അടിച്ചാലും തിരിച്ചടിക്കോടാ. അയ്യോ, ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല. എടാ, ഒന്ന് ശരിയാക്കടാ. ദേ, ഇത് കേട്ട് നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാ. കേൾക്കണം. അനിയൻ പേടി അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപ ടാപ്പ് എടുക്കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗിന് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.